ഹായ് ലെൻ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അടുത്ത് കിടന്ന ഒരു LGS ലെവലുള്ള ഒരു കാവടി എന്ന ഒരു പോസ്റ്റിലേക്ക് കിടന്ന LGS ലെവൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആ ചോദ്യപേപ്പറിലുള്ള മാത്സ് ആൻഡ് മെൻറ്റാലിറ്റി ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. മാത്സിൻ്റെ ഭാഗത്തും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചൊന്ന് ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? ഇവിടെ സമചതുരത്തിൻ്റെ പരപ്പളവ് 289 എന്നുണ്ട്, ഒരു വശമാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇവിടെ പരപ്പളവ് അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വശം കാണാനായിട്ട് എന്ത് ചെയ്യുക, ആ പരപ്പളവിൻ്റെ എന്തെടുക്കടാ, വർഗ്ഗമൂലം എടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക ഇല്ലേ. അപ്പോൾ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്താ, A² അറിയാലോ. പരപ്പളവിൻ്റെ ഇക്വേഷൻ A² ആണ്, അല്ലെങ്കിൽ വശം ഗുണം വശം അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ. അപ്പോൾ നേരെ തിരിച്ച് പരപ്പളവ് ഇവിടെ ഉണ്ട്, ഒരു വശമാണ് ചോദിച്ചുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ പരപ്പളവിൻ്റെ വർഗ്ഗമൂലം എടുക്കുക. അപ്പോൾ 289 റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 17 ആണ്. ഓക്കെ, 17 ആണ്. അപ്പോൾ 17 അഭാജ്യ സംഖ്യയാണ്. നമുക്ക് 289 ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കണ്ടല്ലോ, ഇതൊക്കെ ആവശ്യം വരുന്നതാണ്. ഒരു 30 വരെയുള്ള സ്കോറൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ 289 എന്ന് പറയുമ്പോൾ 17ൻ്റെ സ്കോറാണ്. ഓക്കെ, ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. 17 മീറ്റർ. ഓക്കെ, ഇനി മകൻ്റെ പ്രായത്തിന് 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായമെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? തരണോ, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായത്തിന് ഇരട്ടിയാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ പ്രായം ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്നാണ്. ഓക്കെ, അപ്പോൾ ചെയ്യാനായിട്ട് ഒന്നുകിൽ എക്സ് ഒക്കെ ചെയ്യാം. ഞാൻ എക്സ് എടുക്കുന്നില്ല. ഇവിടെ മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം എന്നുണ്ട് ആണല്ലോ. അപ്പോൾ മകൻ്റെ പ്രായം ഇപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ എന്ത് വരും, ഇവിടെ 3 ഇരട്ടിയില്ലേ, 3 വരും ആണല്ലോ. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയൊന്നുമില്ലേ. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സ് ഇപ്പോൾ 1 എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണെന്ന് പറയുമ്പോൾ എത്ര, 2 മടങ്ങായി. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യടാ, ഇതുപോലെ ആയിട്ട് ഇനി വ്യത്യാസം നോക്കുക. ഇവിടുത്തെ വ്യത്യാസം എത്ര, 0 എന്നല്ലോ. എന്നാൽ എവിടെയോ വ്യത്യാസം 1 ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, വ്യത്യാസം തുല്യമാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യടാ, നോക്കുക. ഇതെവിടെ ഇപ്പോൾ ഇവിടെ ഈ 1, 2 ആണല്ലോ. അവിടെ വ്യത്യാസം എത്ര, അതിൻ്റെ 1 ആണല്ലോ. 1ഉം 2ഉം തമ്മിൽ വ്യത്യാസം 1 ആണല്ലോ. ആ വ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ മേലിൽ ഗുണിക്കുക. ഓക്കെ, ഇവിടെ മേലിൽ ഗുണിക്കുക. താഴത്തെ വ്യത്യാസം കൊണ്ട് മേലിൽ ഇൻറ്റു ചെയ്യുക. ഓക്കെ, മേലിൽ ഇൻറ്റു ചെയ്യുമ്പോൾ താഴത്തെ വ്യത്യാസം 1 ആണല്ലോ, മേലിൽ 1, 3 തന്നെ. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് ഗുണിച്ചാൽ എന്തിനു കിട്ടുമോടാ, 1, 3 തന്നെ കിട്ടും, മാറ്റമില്ല. ഇനി എന്ത് ചെയ്യുക, ഇവിടുത്തെ വ്യത്യാസം നോക്കുക. അവിടുത്തെ വ്യത്യാസം എത്രയാണ്, 1, 3 അല്ലേ, വ്യത്യാസം 2 ആണല്ലോ. അപ്പോൾ 2, അപ്പോൾ ആ 2 കൊണ്ട് എന്ത് ചെയ്യുക, താഴോട്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ 1 2 2, ഇവിടെ 2 അല്ലേ, 2 2 എത്ര, 4. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി, അംശം 1:3 2 എത്ര, 4 അങ്ങനെയാണെങ്കിൽ ഇനി നോക്കടാ, ഇനി ഇവിടെ വ്യത്യാസം നോക്കി നോക്ക്. ഇവിടുത്തെ വ്യത്യാസം എത്ര, 1 2 അല്ലേ, 1 കൂടി. ഇവിടെയും 3 4 ആയല്ലോ, അവിടെയും വ്യത്യാസം എത്ര, 1 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി, ഇവിടെ ആ 2ലും 10 വർഷം കഴിയുമ്പോഴും ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താ, ഇവിടെ 2ലും സെയിം ആയി ഇല്ലേ. അച്ഛൻ്റെയും മകൻ്റെയും ആ വ്യത്യാസം എന്താ, ഇവിടെ സെയിം ആയി ആണല്ലോ. ഇനി ഈ 1 എന്തായിട്ട് എടുക്കുക, 10 ആയിട്ട് എടുക്കുക. ഓക്കെ, 10 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചുള്ളത് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുമ്പം ഏതിനും എടുക്കുക, ഇപ്പോഴത്തെ ഇതല്ലേ, 1 3 അല്ലേ, 1 3 ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം എന്ത്, 1 ആയതുകൊണ്ട് 10 എടുക്കുക. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ പ്രായമാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണം, 3 കൊടുക്കായിരുന്നു. ഓക്കെ, 3 കൊടുക്കായിരുന്നു. അപ്പോൾ 3 എത്ര, 1 10 ആണെങ്കിൽ 3 എത്ര ആയിക്കൂടാ, 30 ആയിരിക്കും ഇല്ലേ, 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് വിശ്വസിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രായം എന്താണ്, മകൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണെന്നല്ലോ. അപ്പോൾ 1ഉം മറ്റെത്ര 3 എടുക്കുക. 10 വർഷം കഴിയുമ്പോൾ എന്തായി, അത് ഇരട്ടിയായിരുന്നല്ലോ. അപ്പോൾ 1ഉം എത്രയായി, 2 ആണല്ലോ. എന്നിട്ട് മെയിലും താഴെ നോക്കുക, 2ലും വ്യത്യാസം സെയിം ആണോ നോക്കുക. ഓക്കെ,
അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ താഴത്ത് 1 ഇവിടെ 2 ആണല്ലോ, അവിടുത്തെ വ്യത്യാസം കൊണ്ട് മേലിൽ ഗുണിക്കുക, മേലിലത്തെ വ്യത്യാസം കൊണ്ട് താഴെ ഗുണിക്കുക. ഓക്കെ, എന്നിട്ട് നോക്കുക 1 ഇവിടെ 2 ഇവിടെ 3 എത്ര, ഇവിടെ 4 ആണല്ലോ, വ്യത്യാസം എന്താ ഇവിടെ സെയിമായി. ഓക്കെ, ഇനി ആ വ്യത്യാസം നമ്മുടെ വർഷമായിട്ട് കൊടുക്കുക, 10 കൊടുക്കുക. ഓക്കെ, അപ്പോൾ മകൻ്റെ പ്രായം ചോദിച്ചുള്ളത് എത്ര ഇവിടെ 10. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം 2, 4, 5 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഏറ്റവും ചെറിയ സംഖ്യ എന്നല്ലേ ഹരിക്കാവുന്ന. അപ്പോൾ ഇത് അവിടെ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടത്. 2, 4, 5ൻ്റെ ലസാഗു കണ്ടുപിടിക്കുക. 2, 4, 5. ഓക്കെ, ഘടകങ്ങൾ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2, 4, 5 ഇവിടെ 2ലും 4ലും പൊതുവായിട്ട് പോകുന്നല്ലോ. അപ്പോൾ 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ഇവിടെ ഒരു പ്രാവശ്യം 4, 2, 5 അതുപോലെ തന്നെ. ഇനി പോകത്തില്ലല്ലോ, ഒന്നിലും പൊതുവായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാം കൂടെ അങ്ങ് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു എത്ര കിട്ടുമോ? 2 × 2 4, 4, 5, 20 കിട്ടും. ഓക്കെ, കിട്ടുന്ന ബാക്കി സംഖ്യകളെല്ലാം അവിടെ ഇൻറ്റു ചെയ്യാം. 2 × 2 4, 4 × 5 20. ഓക്കെ, ഇനി അടുത്ത് 9 3 ആയാൽ 63 64 എത്രയാവുന്നതാണ് ചോദിക്കുന്നത്. 9 3 ആയാൽ 64 എന്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 9 എന്ന് പറയുമ്പോൾ എന്താ, 9ൻ്റെ പ്രത്യേകം എന്താ, 9 എന്ന് പറയുമ്പോൾ 3ൻ്റെ എന്താണ്, 3ൻ്റെ സ്ക്വയർ ആണ് ഇല്ലേ. 9 എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 64 എത്രയുടെ സ്ക്വയർ ആണ്? 8ൻ്റെ സ്ക്വയർ അല്ലേ, 8ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 8 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 9 3ൻ്റെ സ്ക്വയർ ആണ്, അപ്പോൾ 64 8ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, എളുപ്പമാണ്. ഇനി ക്രമമായി പൂരിപ്പിക്കാനാണ് 2, 5, 8 ഡാഷ്. നോക്കുക, വളരെ എളുപ്പമാണ്. ഇപ്പോൾ 2 5 എത്ര, അവിടെ 3 കൂടി ഇല്ലേ. 2ൻ്റെ 3 കൂട്ടുമ്പോൾ 5 അല്ലേ. 5 3 ആണ് 8, അടുത്ത 8 3 എത്ര വരും? 11 വരും. ഓക്കെ, ഇതിലുള്ള ആ വയസ്സിൻ്റെ ചോദ്യം മാത്രം അല്പം ഒന്ന് ബുദ്ധിമുട്ട് തോന്നിക്കത്തുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു ഇല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം 1/10 0.1 ആയാൽ 10/100ൻ്റെ ദശാംശ രൂപം എന്തെന്നാണ്? 10/100. 10/100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യടാ, മേലും താഴെ അവിടെ എന്ത് ചെയ്യുക, ഓരോ 0 എന്ത് ചെയ്യടാ, ക്യാൻസൽ ചെയ്യാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 വെച്ച് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം നോക്കടാ, വെട്ടിച്ചാണെങ്കിൽ 10ൽ 10 ഒരു പ്രാവശ്യമുണ്ട്, 100ൽ 10 എത്ര പ്രാവശ്യമുണ്ട്? 10 പ്രാവശ്യമുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അതെന്തിനു എഴുതാം, 1/10 തന്നെ എഴുതാം. 1/10 എത്രയാണ്? 0.1 അല്ലേ, ആണല്ലോ. ഇനി ഇത് നമുക്ക് അവിടെ ഇപ്പോൾ 10/100 വച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 10/100 എന്ന് പറയുമ്പോൾ അവിടെ എന്തിലൂടാ, നമുക്കിപ്പം ഡിനോമിനേറ്ററിൽ അത് ഛേദത്തിൽ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി എന്ത് ചെയ്യാം നോക്കടാ, 0 കൊടുക്കാം, പോയിന്റ് കൊടുക്കാം. ഓക്കെ, ഛേദത്തിൽ ഇപ്പം 10 100 1000 10000 ഇതുപോലെ സംഖ്യകളാണ് വരുന്നതെങ്കിൽ അതിൽ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം. അപ്പം മേലിലെ സംഖ്യ അതുപോലെ എഴുതി 10, താഴെ 2 പൂജ്യം ഉണ്ടല്ലോ, അപ്പോൾ 2 സ്ഥാനം 1 2 സ്ഥാനം മാറ്റി ഇവിടെ പോയിന്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എത്ര 0.10 എന്ന് കിട്ടും. അതും ഇവിടെ ഓപ്ഷനിലുണ്ട് ആണല്ലോ. ഓക്കെ, അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. പക്ഷേ എന്നാൽ കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത് 0.10 എന്ന് പറയുന്നത് എത്ര തന്നെയാണ് ഉണ്ടാവും, 0.1 തന്നെയാണ് കേട്ടല്ലോ. 0.10 എന്ന് പറയുന്നത് 0.1 തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ശരിയായിട്ടുള്ള 0.1 ആണ്. ഓക്കെ, എന്നാൽ രണ്ടും അവിടെ ശരി തന്നെയാണ് ആൻസർ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ 0.1 ആൻസർ. ഇനി അടുത്ത ചോദ്യം, അടുത്ത മാർക്കുകളുടെ ശരാശരി എത്ര എന്നാണ്. ശരാശരി കാണാൻ അറിയാലോ, ആകെ തുക ബൈ ആകെ എണ്ണം. ആകെ തുക ബൈ ആകെ എണ്ണമാണ് ശരാശരി. ഇവിടെ തുക എടുക്കുക, 52 62 32 42 22 എല്ലാത്തിനും തുക എടുക്കുക. ഓക്കെ, 2 4 6 8 10 0 1 പിന്നെയോ 1 5 5 6 6 12 12 3 15 19 21 210 കിട്ടും ആണല്ലോ. ഇനി ശരാശരി വേണ്ടി എന്ത് ചെയ്യുക, ആകെ തുക ബൈ എണ്ണമാണ്. അപ്പോൾ 210 എത്ര ഇട്ടൂടാ, എത്ര ചെയ്യുക 5 ചെയ്യുക. 210/5 ചെയ്യുക, എത്ര ഇടും 42 അത് കിട്ടും, 42. അപ്പോൾ ശരാശരി എന്ന് പറയുമ്പോൾ എത്രയാണ്, 42 ആണ്. ക്ലിയർ ആണോ? ഇനി
അടുത്ത് 1/2 പ്ലസ് 3/4 മൈനസ് 1ൻ്റെ വില എത്ര എന്നാണ്. ഓക്കെ, അപ്പോൾ 1/2 പ്ലസ് 3/4 മൈനസ് 1. നമുക്ക് സിമ്പിളായിട്ട് ലോജിക്ക് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആലോചിച്ച് എന്ത് ചെയ്യാം. ഇപ്പോൾ 1/2 എന്ന് വെച്ചാൽ അരയാണ് ഇല്ലേ, അര ഹാഫാണ്. ഇതെന്താ മുക്കാലല്ലേ. അപ്പോൾ അരയും മുക്കാലും കൂടെ ചേർന്ന് എത്ര, അരയും മുക്കാലും കൂടെ ചേർന്ന് 1/4. ഓക്കെ, അരയും മുക്കാലും കൂടെ ചേർന്ന് 1/4. അതിലൊന്ന് 1 കുറച്ചാൽ ബാക്കി എത്ര വരും, 1/4 തന്നെ കിട്ടും, 1/4 ഭാഗം. നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ 1/2 പ്ലസ് 3/4 മൈനസ് 1 എന്നല്ലോ. അതിനെന്ത് ചെയ്യുക, ഭിന്നസംഖ്യയാണല്ലോ, അല്ലാതെ ചെയ്യാം. അതായത് ഇപ്പോൾ 1/2 പ്ലസ് 3/4 ഒന്ന് ക്രോസ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, LCM വെച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്രോസ് ചെയ്യണേ. 4×1 4 പ്ലസ് 2×3 6 ബൈ 2×4 8 ഈക്വൽ 6×4 10/8 എന്ന് വരും. 10/8 എന്ന് വരും. ഒന്ന് ചെറുതാക്കിയല്ലോ, 10/8 ചെറുതാക്കുമ്പോൾ എത്ര ഇട്ടടാ, 10ൽ 2 5 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 5/4 എന്ന് വരും. ഓക്കെ, ഇനി ഒരു മൈനസ് ഒന്നുകൂടെ ഉണ്ടല്ലോ, മൈനസ് ഒന്നുകൂടെ ഉണ്ട്, മൈനസ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യാം അങ്ങോട്ട്. 1×5 5 തന്നെ, മൈനസ് 4×1 4/4, 5 മൈനസ് 1 1അല്ലേ, 1/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/2 3/4 എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്നത് എന്ത് ചെയ്യുക, കിട്ടുന്ന ആൻസറിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. ഓക്കെ, 1 മൈനസ് ചെയ്യുമ്പം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ 1 ഇട്ടെടുത്ത് ഒരു ബൈ ഒന്നുകൂടെ കൊടുക്കുക കേട്ടല്ലോ. ബൈ ഒന്നുകൂടെ കൊടുത്തിട്ട് സാധിച്ചു ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അരയും മുക്കാലും 1/4 മൈനസ് 1 ചെയ്യുക, അപ്പോൾ 1/4 ഭാഗം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത 15/p = 3 ആയാൽ p എത്രയാണ്. സിമ്പിളാണ്. 15/p = 3 ആയാൽ p എത്രയാണ്. ഇവിടെ എന്ത് ചെയ്യുക, 15/p = 3 എന്നല്ലേ ആണല്ലോ. എന്ത് ചെയ്യുക, നേരെ ഈ ബൈ p നേരെ അപ്പുറത്ത് കൊണ്ടുപോയേ. അപ്പോൾ എന്താ ഇവിടെ ഭാഗിക്കുകയാണെങ്കിൽ സമയത്തിന് അപ്പുറത്ത് എന്താവും, ഇൻറ്റു ആവും. അപ്പോൾ 3 p എന്നാവും. നമ്മളിവിടെ ഹരിക്കുകയാണെങ്കിൽ സമയത്തിനപ്പുറത്തും എന്താവും, അത് ഗുണനാവും എന്നല്ലോ. ഓക്കെ, എന്നിട്ട് ആ 3 നേരെ താഴെയും കൊണ്ടുവരിക. അപ്പോൾ p അവിടെ 3 ഇൻറ്റു ഉണ്ടല്ലോ, അവിടെ 3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, 15/3 എന്നാവും. എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, അതായത് p നേരെ മേലിൽ കൊണ്ടുപോയിട്ട് 3 എന്ത് ചെയ്യുക, നേരെ താഴെ കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. 15/3 എത്ര കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമാണ്. ഇനി മിക്ക പരീക്ഷ ചോദിച്ചു വരുന്നതാണ്, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്നും 8ാമതും എന്നാൽ പിന്നിൽ നിന്നും 5ാമതുമാണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്. ഓക്കെ, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണോ, മുന്നിൽ നിന്ന് 8ാമതല്ലേ, അപ്പോൾ 8 പ്ലസ് പിന്നിൽ നിന്ന് 5 ഇല്ലേ, 5 8 പ്ലസ് 5 എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിവിടെ 1 കുറയ്ക്കും ഇല്ലേ. മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. 8 5 13 1 എത്ര, 12. നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇല്ലേ, തമ്മിൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക, 12. അതുകൊണ്ട് അടുത്ത് 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത് എന്നാണ്. 3ൻ്റെ ടേബിളിൽ വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അവിടെ 3ൻ്റെ ഗുണിതം ആവണമെങ്കിൽ അവിടെ എപ്പോഴും ആലോചിക്കുക, എന്ത് ചെയ്യുക, അല്ല അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അക്കങ്ങളുടെ തുക. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കുക, ഇവിടെ 101 1 0 1 കൂട്ടുമ്പോൾ എത്രയാണോ, 2 അല്ലേ, 2 3 കൊണ്ട് പോകത്തില്ല. 100 1 0 0 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 1 കിട്ടും, അത് 3 പോകത്തില്ല. 102 2 1 3 അല്ലേ, 3 0 3 തന്നെ. ഓക്കെ, അപ്പോൾ അതായിരിക്കും ആൻസർ. അപ്പോൾ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ എന്താ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 5ൻ്റെ സ്ക്വയർ = 25 ആയാൽ 0.5ൻ്റെ സ്ക്വയർ എത്ര എന്നാണ്. 5ൻ്റെ സ്ക്വയർ 25 ആയാൽ 0.5ൻ്റെ സ്ക്വയർ എത്ര എന്നാണ്. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഇവിടെ 0.5 ഇല്ല, പോയിന്റ് മാറ്റുമ്പോൾ 5 ഉണ്ട്. 5ൻ്റെ സ്ക്വയർ 25 ആണെന്ന് ഉണ്ട്, അല്ലെ നമുക്കറിയാം 25 ആണെന്ന് ആണല്ലോ. ഇനി 0.5 ആണ്. അപ്പോൾ 0.5 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണോ ഉള്ളത് ഇല്ലേ, ഒരു സ്ഥാനമാണോ ഉള്ളത്. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇരട്ടി സ്ഥാനം മാറ്റി പോയിന്റ് എടുക്കുക. എപ്പോൾ പറഞ്ഞാൽ വർഗ്ഗം എടുക്കുമ്പോൾ പോയിന്റ് എത്ര സ്ഥാനം ഉണ്ടോ അതിൻ്റെ ഇരട്ടി എടുത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറിൽ മാറ്റി കൊടുക്കുക. ഇവിടെ പോയിന്റ് ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര, 2 സ്ഥാനം മാറ്റി പോയിന്റ്. അപ്പോൾ 2 സ്ഥാനം 1 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇവിടെ 0.25 എന്ന് കിട്ടും. ഓക്കെ, 0.25.
അത് വരാൻ കാരണം വേറെ ഒന്നുമില്ല, 0.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര 0.5 ഇൻറ്റു 0.5 ആണ് ആണല്ലോ. അപ്പോൾ 0.5 × 0.5 ആണ്. അപ്പോൾ എന്താ 5 × 5 25. ഇവിടെ പോയിൻ്റ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ മൊത്തം 2 സ്ഥാനം. ഓക്കെ, അങ്ങനെയാണ് 2 സ്ഥാനം വരുന്നത് കേട്ടല്ലോ. അപ്പോൾ ഓർമ്മിച്ച് വേണം, സ്ക്വയർ എടുക്കുമ്പോൾ പോയിൻ്റ് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ ഇരട്ടി മാറ്റി എന്ത് ചെയ്യുക, പോയിൻ്റ് കൊടുക്കുക കേട്ടല്ലോ. അതുപോലെ വർഗ്ഗമൂലം റൂട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി മാറ്റി പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, എളുപ്പമല്ലേ. അടുത്ത ചോദ്യം, 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തയ്ക്കാമായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 8ാം ക്ലാസ്സിൽ എന്തോ സെക്കൻഡ് ചാപ്റ്റർ, ഓക്കെ, അതിൽ ഉള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുള്ള ചോദ്യമാണ്. അപ്പോൾ 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു. എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എത്രടാ? 92 ഇല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഇത് 8 രൂപ കിട്ടിയെങ്കിൽ 100 ആകുമായിരുന്നു. ഇപ്പോൾ എത്ര ഉള്ളൂ? അപ്പം 100ൽ നേട്ടം കുറയ്ക്കുക, 92 അല്ലോ. ഇപ്പം 92 ഉള്ളൂ. 8 രൂപ കിട്ടുമ്പോൾ എന്തായി? 100 ആയി. അത് എല്ലാവരും അടിച്ചിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, ഓക്കെ, പാറ്റേൺ നോക്കി പൂരിപ്പിക്കാനാണ്. ഇതും കാണുമ്പോൾ ഇത്തിരി പാടാൻ തോന്നുമെങ്കിലും എളുപ്പമാണ്. ഇവിടെ അത് 1 × 3 = 2 സ്ക്വയർ -1, 2 × 4 വന്നപ്പോൾ 3 സ്ക്വയർ -1, 3 × 5 വന്നപ്പോൾ 4 സ്ക്വയർ -1 എന്ന് പറഞ്ഞത്. ഇവിടെ 3 × 5 ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യയാണ് ഇവിടെ വരുന്നത് ഇല്ലേ? 4. 2 × 4 ഇടയ്ക്കുള്ള 3, 1 × 3 ഇടയ്ക്കുള്ള 2 ആണല്ലോ. അപ്പോൾ ഇടയ്ക്കുള്ള സംഖ്യയാണ് വരുന്നത്. ഇവിടെ 10 × 12 ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? ഇടയ്ക്കുള്ള 11 അല്ലേ? 11ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 11ൻ്റെ സ്ക്വയർ -1 ആണ് വരുന്നത്. ഓക്കെ, ഓർമ്മിച്ചോണേ. അടുത്ത ചോദ്യം, 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്. സിമ്പിൾ ചോദ്യമാണ്. ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ നീളം ഗുണം വീതി ആണല്ലോ. നീളം ഗുണം വീതി L × B എന്ന് പറയും ആണല്ലോ. അപ്പോൾ നീളം 11 ഉണ്ട്, വീതി 8 ഉണ്ട് ആണല്ലോ. അപ്പം 11 × 8 എത്ര കിട്ടും? 88 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും പരപ്പളവ്. 88. ഓക്കെ, ഇത് ഓക്കെ, 8 തരത്തിൽ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 11 × 8 എത്ര? 88. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനായിട്ട് എന്ത് ചെയ്യാം? 11 നീളം × വീതി ചെയ്യാൽ മതി. ഓക്കെ, അടുത്ത്, ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്രയെന്നാണ്. അപ്പോൾ 650 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്, 598 വിറ്റു എന്നല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? അവിടെ എത്രയാണ് അവിടെ ലോസ് എന്ന് കണ്ടുപിടിക്കുക, നഷ്ടം എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ 650 നിന്ന് 598 കുറയ്ക്കുക. 18 കുറച്ച് 2, 4, 14 നിന്ന് 5 കുറച്ച് എത്ര? 5, 52 എന്ന് കിട്ടും. 52. ഓക്കെ, അപ്പോൾ 52 രൂപയാണ് അവിടെ നഷ്ടം എന്ന് പറഞ്ഞത് ആണല്ലോ. അപ്പോൾ ഇനി അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. അപ്പം നഷ്ടശതമാനം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ അവിടെ നഷ്ടം ബൈ എന്താ അതിനെ വാങ്ങിയ വില 650 × 100. ഓക്കെ, നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു എത്ര? 100. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ നഷ്ടം 52 രൂപയാണ്. ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക? വാങ്ങിയ വില 650 അല്ലേ? 650 × 100. ഓക്കെ, ഒരു 0 ക്യാൻസൽ ചെയ്ത് 52 65. ഓക്കെ, 52 65 13 കൊണ്ട് പോവേ കേട്ടോ. 13 കൊണ്ട് ഇവിടെ 4 പ്രാവശ്യം പോവും, ഇവിടെ 5 പ്രാവശ്യം പോവും. ഓക്കെ, ഇനി 5ഉം 10ഉം ക്യാൻസൽ ചെയ്ത് 2 പ്രാവശ്യം, ബാക്കി 4 × 2 എത്ര? 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 52 65 13 കൊണ്ട് പോകും എന്നൊന്നും ചെയ്യുക അവിടെ അറിയണം. ഓക്കെ, അവിടെ 8% ഇവിടെ എന്താണ്? നഷ്ടമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം ബോട്ട് മാസുമായി ബന്ധപ്പെട്ടാണ്. 18 ബൈ ബ്രാക്കിനകത്ത് 2 × 18 ബൈ 6 - 5. ഒന്നാ ഇവിടെ ഏതാ? 18 ബൈ 2 × 18 ബൈ 6 - 5. അപ്പോൾ എന്ത് ചെയ്യണം? 18 ബൈ നമുക്കറിയാം ആദ്യം എപ്പോഴും ബ്രാക്കിനകത്തുള്ള ആദ്യം ചെയ്യുന്നത് ആണല്ലോ. ബ്രാക്കിനകത്തുള്ള ആദ്യം ചെയ്യേണ്ടത്. അപ്പം ബ്രാക്കിനകത്ത് ആദ്യം അടുത്ത് എന്ത് ചെയ്യുക? അവിടെ 18 ബൈ 6 ഉണ്ടല്ലോ, ഹരണം ഉണ്ട് ഇല്ലേ? അപ്പോൾ ഹരണം ആദ്യം ചെയ്യുക. അപ്പം 2 × 18 ബൈ 6 എത്ര? 3 ആണല്ലോ. 2 × 3 - 5. ഹരണം കഴിഞ്ഞാൽ അടുത്തെന്താ? അത് ഗുണനമാണ് ആണല്ലോ. ഇപ്പോൾ ഗുണനമാണ്. അപ്പോൾ 18 ബൈ 2 × 3 6 - 5 = 18 ബൈ
6 - 5 എത്ര 1 അല്ലേ 1 18/1 എത്ര കിട്ടും 18 കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ആൻസർ 18 ആവശ്യമാണ്. ഇനി ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂറാണ്. ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? അപ്പോൾ 1 മണിക്കൂർ അവിടെ വേഗത 52 ആണല്ലോ, അതായത് 1 മണിക്കൂറിൽ ആ ബസ് എന്ത് ചെയ്യും? അവിടെ 52 കിലോമീറ്റർ സഞ്ചരിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്? ദൂരം കാണാനുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് എന്താ അറിയാം? അവിടെ വേഗത ഇൻറ്റു സമയമാണ്. ഓക്കെ, ദൂരം കാണാനായിട്ട് എന്ത് ചെയ്യാം? അവിടെ വേഗത ഇൻറ്റു സമയമാണ്. ദൂരം 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 സമം വേഗത ഇൻറ്റു സമയമാണ്. ഓക്കെ, സമയം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 52 അല്ലേ, അപ്പോൾ 52 × 6 ചെയ്യാം. ഓക്കെ, 6 × 2 12, 5 × 30 33 312 ഉണ്ടല്ലോ. ഓക്കെ, 312 കിലോമീറ്റർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇക്വേഷൻ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വേണമെങ്കിൽ 1 തൊട്ട് 9 വരെ എഴുതി കൂട്ടാം വേണമെങ്കിൽ ഇല്ലേ? 9 × 8 17, 17 7 24, അങ്ങനെ എന്ത് ചെയ്യാം? ഓരോന്നാലും കൂട്ടി എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിന് പിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ NL സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n × n + 1/2. n × n + 1/2 ആണ്. NL സംഖ്യ 1 മുതൽ തുടർച്ചയായിട്ടുള്ള NL സംഖ്യയുടെ തുക n × n + 1/2. അപ്പോൾ ഈക്വൽ ടു n വരാം 9 കൊടുക്കുക. 9 × 9 + 1 അല്ലേ, എത്ര കിട്ടും? 10/2. 2ഉം 10ഉം വെട്ടി 5 പ്രാവശ്യം 5 × 9 എത്ര കിട്ടും? 45 കിട്ടും. 45. ഓക്കെ, ഇനി 10 വരെയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എത്ര വരും? 55 വരും. 10 വരെയാണ് ചോദിക്കുന്നതെങ്കിൽ 55 വരും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്മൾ ചോദിച്ചോണേ NL സംഖ്യയുടെ തുക n × n + 1/2 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 1 പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? 1 തൊട്ട് 9 വരെ എഴുതിയും കൂട്ടുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. അത് കൂട്ടത്തിൽ പെടാതെ അത് ത്രികോണമുണ്ട്, സമചതുരമുണ്ട്, ചതുരമുണ്ട്, ലംബകമുണ്ട്. ഓക്കെ, ഏതായിരിക്കും കേട്ടോ? ത്രികോണം ഇല്ലേ? എന്തുകൊണ്ടോ? ഇവിടെ ചതുരത്തിന് 4 വശമുണ്ട്, ചതുരമാകുമ്പോൾ അതിനും 4 വശമുണ്ട്, ലംബകത്തിന് 4 വശമുണ്ട്. എന്നാൽ ത്രികോണത്തിന് എത്ര വശമേ ഉള്ളൂ? 3 വശമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രികോണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 20 ചോദ്യങ്ങളെന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ വീഡിയോ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടയക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.